ഹലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ് എന്താണെന്നും അതിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് വരെ എന്ന് പറയുമ്പോൾ ഇവിടെ ഗൂഗിൾ ഷീറ്റിൻ്റെ ഫോർമുലാസ് മാത്രമല്ല AI-നെ ഗൂഗിൾ ഷീറ്റിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നമുക്ക് പല ടാസ്കുകളും ഗൂഗിൾ ഷീറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഗൂഗിൾ ഷീറ്റ് വഴി നമുക്ക് ഡയറക്റ്റ്ലി വാട്സാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, വാട്സാപ്പിലോട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഗൂഗിൾ ഷീറ്റ് വഴി നമുക്ക് PDF ബിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഷീറ്റ് നമുക്ക് വേറൊരു തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്തിട്ട് പല രീതിയിലുള്ള ഓട്ടോമേഷൻസ് നമുക്ക് ഡയറക്റ്റ്ലി ഗൂഗിൾ ഷീറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കോഴ്സാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പറയാനുള്ളത് എക്സലും ഗൂഗിൾ ഷീറ്റും തമ്മിലുള്ള ഡിഫറൻറ്റ്. നമുക്ക് ഫ്യൂച്ചറിലോട്ട് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എ ഐ എ ഐയും ഓട്ടോമേഷൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് അത് ഗൂഗിൾ ഷീറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒരു 6 മോഡ്യൂൾ കോഴ്സുകളാണ്. 6 പാർട്ടിലാണ് ഇതിൻ്റെ വീഡിയോസ് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ് ഗൂഗിൾ ഷീറ്റ് എന്ന് അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് മുൻ ധാരണ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. തേർഡ് വീഡിയോ മുതലാണ് കറക്റ്റ് ഓട്ടോമേഷൻ എന്താണെന്നും അത് ഏത് രീതിയിൽ ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാസ്കുകളും നമ്മളെ വർക്കുകളും നമുക്ക് ഈസി ആക്കി എടുക്കാം എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യാം ഗൂഗിൾ ഷീറ്റ്. ഗൂഗിൾ ഷീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട പല മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ ഷീറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അതല്ല ആ ഒരു മെത്തേഡ് അല്ലാതെ ഇപ്പോൾ നമ്മൾ ക്രോമിൽ ഓൾറെഡി ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തതാണെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഡോട്ട്സ് കാണാം. ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഗൂഗിൾ ഷീറ്റ് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗൂഗിൾ ഷീറ്റിൻ്റെ ഒരു ഇന്റർഫേസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ നമുക്ക് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഗൂഗിൾ ഷീറ്റിന്റെ ഹെഡിങ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ എന്ന് ഞാനിപ്പോൾ പേര് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫയൽസ്, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, ഡാറ്റ ടൂൾസ്, ജെമിനി ഓൾറെഡി ഗൂഗിൾ ഷീറ്റിൽ ഇൻബിൽട്ട് ആണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. എക്സ്റ്റൻഷൻ എന്താണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ വരുന്ന വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ ഷീറ്റിൻ്റെ റോസ്, കോളംസ്. ഈ റോസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗത്താണ് നമ്മൾ റോ എന്ന് പറയുന്നത്. ഇവിടെ 1 2 3 4 ആ രീതിയിൽ ABCD എന്ന് പോകും. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു താഴോട്ട് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റിൽ നമുക്കൊരു ഡാറ്റ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഡാറ്റ ഫിൽ ചെയ്തു, ഒരു 55 എന്ന വാല്യൂ ഇട്ടു. അപ്പം നമുക്ക് ഈ 55 വാല്യൂ ഏത് റോയിലാണ്, അതായത് ഗൂഗിൾ ഷീറ്റിൻ്റെ ഏത് ഭാഗത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആൽഫബറ്റ് നമ്പറും കോളത്തിൻ്റെ ആൽഫബറ്റ് നമ്പറും റോയിൻ്റെ നമ്പറും ഏതൊരു പൊസിഷനാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 10th റോയിലാണ്, 10th റോയിൽ H ആണ് കോളം വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഡാറ്റ ഈ ഒരു ഗൂഗിൾ ഷീറ്റിലുള്ളത് H10 എന്ന് പറയുന്ന ഒരു റോലാണ് നമ്മുടെ ഡാറ്റ ഉള്ളത്. അത് നമുക്ക് ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഫോർമുലാസും ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ഏതൊരു ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ എൻ്റർ ചെയ്തു നെയിം. ഓക്കെ, നെയിം, നമ്പർ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഏജ് എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും വലിയ ഈ ഗൂഗിൾ ഷീറ്റിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഡാറ്റയും, ഇപ്പോൾ സപ്പോസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മളത് ആ ഒരു ഗൂഗിൾ ഷീറ്റ് മിനിമൈസ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത ഗൂഗിൾ ഷീറ്റ് ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പോലും നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഷീറ്റ് തിരിച്ചെടുക്കാൻ പറ്റുന്നത് മാത്രമല്ല, നമുക്ക് ആ ഒരു ഗൂഗിൾ ഷീറ്റിന്റെ ഡാറ്റയും നമുക്ക് എവിടെയും പോകുന്നില്ല, അത് അവിടെ തന്നെ ഓട്ടോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കവിടെ ഇത് നമ്മുടെ ഷീറ്റ് അല്ലാതെ ഒരു ന്യൂ ഷീറ്റാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ
ഇമെയിൽ അഡ്രസ്സുമായിട്ട് ബന്ധിപ്പിച്ച് ഏതൊക്കെ ആ ഷീറ്റുകളുണ്ടോ ആ എല്ലാ ഷീറ്റിൻ്റെ ഡാറ്റാസും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓട്ടോമേഷൻ എന്ന ഷീറ്റ്. ഈ ഷീറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ നെയിം, നമ്പർ, ഏജ് അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഡാറ്റയും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഷീറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് എക്സലിലും അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് നമ്മുടെ ഇനി ഫ്യൂച്ചർ വരുന്ന AI ഓട്ടോമേഷന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഗൂഗിൾ ഷീറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഗൂഗിൾ ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഞാനൊരു നെയിം ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഏജ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി എനിക്കിവിടെ എൻ്റെ മാർക്ക് ഫസ്റ്റ് അറബിക്, അതിൽ എനിക്ക് സപ്പോസ് 10 മാർക്ക് ഉണ്ട്. അതിന് ശേഷം വരുന്നത് മലയാളം, അതിനും സെയിം 10 മാർക്ക് ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് നെക്സ്റ്റ് ഹിന്ദി അതിലെനിക്ക് 20 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഫോർമുലാസ് നമുക്കിവിടെ പഠിക്കാം. സം ഫോർമുല എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഞാൻ ആ ഒരു റോൻ്റെ, അതായത് നമ്മുടെ ഡാറ്റ കിടക്കുന്ന എവിടെയാണ് ആ ഒരു മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ട് എനിക്ക് അറബിക്കിലും മലയാളത്തിലും ഹിന്ദിയിലും വന്നിരിക്കുന്ന ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ ആ ടോട്ടൽ വേണ്ടത് ആ ഒരു കോളത്തിൽ, ആ ഒരു റോല് നമ്മൾ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു റോ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ താഴെയാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ടോട്ടൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പല മെത്തേഡ്സും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഫോർമുലയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർമുല പഠിച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫോർമുല തന്നെ ചെയ്യാം. ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് = എന്ന് ടൈപ്പ് ചെയ്തിട്ട് SUM എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ ആണോ നമുക്ക് ടോട്ടൽ കാണേണ്ടത് ആ സബ്ജക്റ്റിൻ്റെ റോ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് അത് എവിടം വരെയാണോ ആ ഒരു സബ്ജക്റ്റ് കിടക്കണം അവിടം വരെ നമ്മൾ ഡ്രാഗ് ചെയ്യണം. ഓക്കെ, ഡ്രാഗ് ചെയ്യാന്ന് വെച്ചാൽ ക്ലിക്ക് പിടിച്ചുകൊണ്ട് വലിച്ചു നീട്ടി അവിടം വരെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു, ഇനി ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ D2 F2 എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഗൂഗിൾ ഷീറ്റിലായാലും എക്സൽ ഷീറ്റിലായാലും ഓരോ ഡാറ്റയും ഓരോ നമ്പേഴ്സ് ഓരോ വാല്യൂ എന്ത് തന്നെ ആയിക്കോട്ടെ അത് ഗൂഗിൾ ഷീറ്റിൽ എവിടെയാണ് എന്ന് ഗൂഗിൾ ഷീറ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്പറാണത്. അപ്പോൾ D2 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് D2 മുതൽ F2 വരെയുള്ള ടോട്ടൽ ഡാറ്റ അതായത് ടോട്ടൽ നമ്പേഴ്സിന് നമുക്ക് അതിൻ്റെ ടോട്ടൽ വേണം, സം വേണം. അപ്പോൾ അതാണ് നമ്മൾ ഗൂഗിൾ ഷീറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സം വേണം. ഏതൊക്കെ ഡാറ്റയുടെ? D2. നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ അറബിക്ക് 10 മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് D2ലാണ്. അപ്പോൾ D2 മുതൽ F2 വരെ ഏതെല്ലാം വാല്യൂസ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും എനിക്ക് സം, അതിൻ്റെ ടോട്ടൽ എനിക്ക് ഇവിടെ കാണിച്ചു തരണം. അപ്പോൾ അതാണ് നമ്മൾ ആ ഫോർമുല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഫോർമുല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് സിംപ്ലി എൻ്റർ എന്ന് പ്രസ് ചെയ്യാം. എൻ്റർ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ടോട്ടൽ വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടും. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ സെയിം നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആവറേജ് അവിടെ ഹെഡിങ് കൊടുത്തതിന് ശേഷം താഴെ കൊടുത്തതിന് ശേഷം നമുക്ക് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യാം. ആവറേജ് വന്നു ഇവിടെ. ആവറേജ് ഓക്കെ, ആവറേജ് വന്നു. ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏതെല്ലാം വാല്യൂസിൻ്റെ ആണോ ആവറേജ് കാണേണ്ടത്, ഇപ്പോൾ നമുക്കിവിടെ പറയാനുള്ള അറബിയിലും മലയാളത്തിലും ഹിന്ദിയിലും വന്നിരിക്കുന്ന ടോട്ടൽ മാർക്കിൻ്റെ ആവറേജ് എത്ര എന്നുള്ളത്, അതായത് ആവറേജ് എത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. അവിടെ നമ്മൾ ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അറബിക്ക് ഫസ്റ്റ് വാല്യൂ എവിടെയാണോ അവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട്
എവിടം വരെയാണോ നമുക്ക് ആവറേജ് കാണേണ്ടത് അവിടം വരെ മൗസിനെ പിടിച്ച് വലിച്ചു കൊണ്ട് ഓക്കെ. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സിംപിളി എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ അവിടെ കിട്ടി. ഇവിടെ ആവറേജ് വന്നിരിക്കുന്നത് 13 അപ്പോൾ 13 മാർക്കാണ് ആവറേജ് ഒരു വിഷയത്തിന് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. ഈ നെക്സ്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇവിടെ എനിക്ക് ഒരു കോളം മനസ്സിലായല്ലോ. കോളം എന്ന് പറയുന്നത് താഴേക്ക് വരുന്നതും റോ എന്ന് പറയുന്നത് വിലങ്ങനുള്ളതുമാണ്. ഇതാണ് റോ എന്ന് പറയുന്നതും താഴോട്ട് വരുന്നതെല്ലാം കോളമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ നെയിമിന്റെ മുന്നോടിയായിട്ട് നെയിമിന്റെ ജസ്റ്റ് മുമ്പിൽ നമുക്ക് റോൾ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം കൂട്ടിച്ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ കൂട്ടിച്ചേർക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ബട്ടൺ മൗസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഇൻസേർട്ട് എന്ന് കാണാം. ഇൻസേർട്ട് 1 കോളം ലെഫ്റ്റ്, ഇൻസേർട്ട് 1 കോളം റൈറ്റ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻസേർട്ട് 1 കോളം ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെയിം കോളം എവിടെയാണോ അതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഒരു കോളം അഡീഷണലി വരുന്നത്. ഇനി ഇൻസേർട്ട് 1 കോളം റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെയിമിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ആ കോളം വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, തുടക്കത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി കോളം ലെഫ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സ്ട്രാ കോളം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റോൾ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കാം. അതായത് വിഡ്ത്ത് കുറച്ച് കുറയ്ക്കാനുണ്ട്. വിഡ്ത്ത് കുറയ്ക്കാനായിട്ട് സിംപ്ലി ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ മൗസ് നിങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ പല ഭാഗത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മാറുന്നത് കാണാം. ഇത് എന്താണെന്നുള്ളത് ഓരോന്ന് നമ്മൾ പഠിക്കും. ഇപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഡ്ത്ത് കുറയ്ക്കാനായിട്ട് കോളം എൻ്റെയും കോളം ബിൻ്റെയും ഇടയിൽ നമ്മൾ ഈ ഒരു മൗസ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഈ കൈൻ്റെ എന്തൊരു ചിഹ്നം വരും. അതല്ല നമുക്ക് വേണ്ടത് ഈ രീതിയിലുള്ള ചിഹ്നമാണ്. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഉപയോഗിച്ച് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത്. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടത് അത്ര വലിച്ച് കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ മൗസ് വിടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്പർ ഇടണം. നമ്പർ നമ്മൾ 1 2 3. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് നമുക്കിവിടെ ഒരു 20 വരെ നമ്പർ ഇടണം. അപ്പോൾ 20 വരെ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ 1 to 3 വരെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം, അതായത് പിടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ കോളം ഇവിടെ A2 എന്നൊരു റോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വലിക്കുക. താഴോട്ട് 3 വരെ വലിക്കുക. 3 വരെ വലിച്ചു കഴിഞ്ഞാൽ ഈ 3 റോയും സെലക്ട് ആയി. ഇനി നമുക്ക് 3 റോ സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ റോയുടെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഒരു ഡോട്ട് കാണാം. ഈ ഡോട്ടിൻ്റെ മുകളിലോട്ട് നമ്മൾ മൗസ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൗസ് പ്ലസ് ഐക്കണായി മാറും. ഇനി പ്ലസ് ഐക്കണായി മാറിക്കഴിഞ്ഞാൽ നമ്മളവിടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നേരെ താഴോട്ട് വലിക്കുക. എവിടം വരെയാണോ നമുക്ക് നമ്പർ വേണ്ടത് അവിടം വരെ മൗസിനെ കൊണ്ടുപോവുക. എന്നിട്ട് കൊണ്ടുപോയതിന് ശേഷം അവിടെ നമ്മൾ മൗസ് റിലീസ് ചെയ്യുക, അതായത് വിടുക. അപ്പോൾ ആ ഒരു നമ്പർ കറക്റ്റ് സീരീസ് ആയിട്ട് നമുക്ക് എന്തായി അവിടം വരെ ഫില്ലായി കിട്ടി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര തന്നെ. ഇനി നെക്സ്റ്റ് വീഡിയോയിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫോർമുലാസ് എങ്ങനെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളിതിൽ ചെയ്യേണ്ടത് സിമ്പിളി നിങ്ങൾ കുറച്ച് ഡാറ്റാസ് ഇതിൽ എൻ്റർ ചെയ്യുക. നെയിം കുറച്ച് ഇതേപോലെ വിഷയങ്ങൾ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ മാർക്കുകൾ കൊടുത്തിട്ട് ടോട്ടൽ എങ്ങനെ കാണാൻ പറ്റും, ആവറേജ് എങ്ങനെ എടുക്കാൻ പറ്റും, ഡ്രാഗ് എങ്ങനെ ചെയ്യാം, കോളത്തിൻ്റെ വിഡ്ത്ത് എങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാം, കൂട്ടാം. ഓക്കെ, ഇത് നിങ്ങൾ വിഡ്ത്ത് കുറച്ച പോലെ തന്നെ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ കോളത്തിൻ്റെ മാത്രമല്ല നമുക്ക് ഓരോ റോയുടെ നീളവും ഇതേപോലെ വീതി നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സിമ്പിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റോൻ്റെ എൻ്റെയും ബിൻ്റെയും സെൻറ്ററിൽ പോയി മൗസ് വെച്ച പോലെ തന്നെ നമ്മൾ ഇവിടെ ഏത് റോ ആണ് നമുക്ക് ചെയ്യേണ്ടത് ആ റോൻ്റെ തൊട്ട് താഴെയുള്ള റോൻ്റെ സെൻട്രലായിട്ടുള്ള അവിടെ കൊണ്ടുപോയി മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും ആ ഒരു മൗസ് പോയിന്റർ മാറുന്നത് കാണാം. അവിടെ നിങ്ങൾ ജസ്റ്റ് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര തന്നെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.